എന്നാൽ പ്രിയമുള്ളവരെ, മനുഷ്യനെന്ന് പറയുന്ന ജീവിക്ക് എത്രയാണ് പ്രിയമുള്ളവരെ ഗ്യാരണ്ടി ഉള്ളത്? എത്ര പെട്ടെന്നാണ് മനുഷ്യരിലേക്ക് മരണം കടന്നു വരുന്നത്? കുറേ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് ഒരുപക്ഷെ നമ്മിലേക്ക് മരണം കടന്നു വരിക. നമുക്കറിയാം, ഇന്നലെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ്. ഒരു വിമാന ദുരന്തത്തിൽ ധാരാളം ആളുകൾ മരണപ്പെടുകയാണ്. എന്തെല്ലാം പ്രതീക്ഷകളുമായി കൊണ്ടാണ് ആ വിമാനത്തിൽ മനുഷ്യർ കയറിയിട്ടുണ്ടാവുക. തൻ്റെ ജീവിതമൊന്ന് കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് സന്തോഷകരമായ ഒരു ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ട് കടന്നുപോയ ആളുകൾ, അതുപോലെ തന്നെ കുട്ടികളെ വിട്ടുകൊണ്ട് ഇനി അടുത്ത ഒരു വെക്കേഷനിൽ വരാമെന്ന് പറഞ്ഞ് ഞാനിതാ ഫ്ലൈറ്റ് കയറുകയാണ്, ഇനി ഇറങ്ങിയിട്ട് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പ്രിയമുള്ളവരെ വിളിച്ചു പറഞ്ഞ ആളുകളായിരിക്കില്ലേ അവർ? അതുപോലെ തന്നെ കുടുംബമായിക്കൊണ്ട് ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളോട് കൊല്ലപ്പെടുകയാണ്. ഈ ദുരന്തത്തിൽ അവർ പെട്ടുപോകുക. സുഹൃത്തുക്കളെ, മനുഷ്യൻ എത്ര തന്നെ അവൻ കഴിവുകൾ ഉണ്ടായാലും, വൈജ്ഞാനികമായും സാങ്കേതികമായും മനുഷ്യൻ എത്ര തന്നെ ഉയർന്നാലും മനുഷ്യൻ ഒരു നിസ്സാരനാണ്. ഒരു നിസ്സാരമായ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവനാണ് പ്രിയമുള്ളവരെ നമ്മളിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, മരണം അത് എപ്പോഴും നമ്മിലേക്ക് കടന്നു വരുമെന്നാണ്. എപ്പോഴും നമ്മിലേക്ക് കടന്നു വരാം. നമ്മുടെയൊക്കെ അവധി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്.